ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ മോർണിംഗ്. ഹോപ്പ് യു ഓൾ ഹാഡ് എ വണ്ടർഫുൾ വീക്കെൻഡ്. ഇന്ന് ഞാൻ സ്കൂളിലോട്ട് പോകുന്നില്ല കേട്ടോ. ഇന്നാണ് ഫ്യൂണറൽ. ഐ നീഡ് ടു അറ്റൻഡ് ദാറ്റ്. ഞാനും അമ്മയും ആലനും നിലുവും എല്ലാവരും അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രാവിലെ ഞാനതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ്. ഇത്തിരി നേരം കൂടെ കിടന്ന് ഉറങ്ങാമെന്ന് കരുതി. കുക്കുവിന് കൊടുത്തു വിടുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പത്തിനുള്ള മാവൊക്കെ അമ്മ രാത്രി തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ രാവിലെ ഇതേ അവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കടല ഞാൻ ഇന്നലെ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടി ഒരു കടലക്കറി ഉണ്ടാക്കണം. ഫ്യൂണറൽ കഴിയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഫ്യൂണറലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആണ് അവരുടെ വീട്ടിലുള്ള ആൾക്കാർ കഞ്ഞി അല്ലാണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക, അതായത് ചോറ് കഴിക്കുന്നത്. അപ്പോൾ അടക്കം കഴിഞ്ഞിട്ട് ദോസ് ഹു ആർ ക്ലോസ് ആൻഡ് നിയർ അവർ വീട്ടിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. ലഞ്ചിന് ചോറും സാമ്പാറും അവിയലും അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ഒരു ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ചോറും സാമ്പാറും അവിയലും അച്ചാറുമാണ് നമ്മൾ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് വന്ന് പ്രൊവൈഡ് ചെയ്യുക. ഇത് തന്നെയാണ് ഞങ്ങളിവിടെ നേർച്ച ചോറിന് സ്നേഹവിരുന്നിന് കുരിശടിയിൽ കൊടുക്കുന്നത്. കൂടെ ഒരു പായസവും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള കുരിശടിയുടെ, മാതാവിൻ്റെ കുരിശടിയിലെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഞങ്ങൾ പിരിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വിജി. എല്ലാ പെരുന്നാളിനും കമ്മിറ്റി മെമ്പറിൽ ഒരാളായിരിക്കും കേട്ടോ. ഞങ്ങളൊരു 7 പേരാണ് പിരിക്കാൻ പോകണം ഒരുമിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് 6 പേർക്കും ഞങ്ങൾ ചായ കുടിക്കും. വിജി ചായ കുടിക്കത്തില്ല. 6 ചായ 1 കട്ടൻ. ഞങ്ങളുടെ ആ ഒരു കട്ടനാണ് ഇപ്പോൾ പോയത്. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണ സ്നേഹവിരുന്നിൻ്റെ പായസം ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഓർഡർ കൊടുത്തിട്ടില്ലായിരുന്നു. ബാബി ആൻറ്റിയും സീന ആൻറ്റിയും സോണി ചേച്ചിയും ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയത്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ സാബു വിളിച്ചിട്ടാണ്. ചേച്ചി പെട്ടെന്ന് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് വിജിയുടെ കൈ മിൽക്ക് മെയ്ഡ്, പായസത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇങ്ങനെ വടിച്ചിട്ടപ്പോൾ അവൾ കൈ വെച്ച് വടിച്ചിട്ടു. അങ്ങനെ കൈ മുറിഞ്ഞു. സ്റ്റിച്ചസൊക്കെ ഉണ്ടായിരുന്നു. പാവത്തിന് അന്നത്തെ പെരുന്നാൾ പൂജയും കൂടാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിലായിപ്പോയി. ഇപ്രാവശ്യത്തെ കമ്മിറ്റി മീറ്റിംഗ് വിളിക്കുമ്പോൾ ഒരാളുടെ കുറവുണ്ടായിരിക്കും. അങ്ങനെ രാവിലെ തൊട്ട് ഓരോരോ ചിന്തകളിങ്ങനെ ചിന്തയടിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ എല്ലാം പെട്ടെന്ന് ആക്കിയാലല്ലേ പള്ളിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കടലക്കറി എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെയാണ് ചെയ്തത്. അതിലേക്കായിട്ട് ഒരു തക്കാളി, ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഞാൻ ചെറുതായിട്ട് അങ്ങ് നുറുക്കിയെടുത്തു. ആലൻ്റെ ബർത്ത്ഡേക്ക് ചേച്ചി കുക്ക് ചെയ്യാൻ കയറിയപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഈ കത്തിയിൽ അരിഞ്ഞരിഞ്ഞ് എൻ്റെ കൈയെല്ലാം പോന്നു, കത്തിക്ക് മൂർച്ചയില്ലായിരുന്നു. ഞാൻ മേടിച്ച എല്ലാ കത്തിയുടെയും മൂർച്ച കഴിഞ്ഞു. മൂർച്ചയിടാൻ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളേർഡായിട്ടുള്ള നൈഫ് സെറ്റായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത്. അധിക നാൾ മൂർച്ച നിന്നില്ല. കഷ്ടിച്ച് ഓർഡർ ചെയ്തൊരു 6 മാസം നല്ലപോലെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂർച്ചയൊക്കെ പോയി. മൂർച്ചയിടാനായിട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പെയിൻ്റൊക്കെ ഫെയ്ഡാവും. ഇതിനും അത് തന്നെ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല മൂർച്ചയുണ്ട്. പിന്നെ ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ 6 മന്ത്സ് ഒന്നുമല്ല, ഇത് അത്യാവശ്യം കുറച്ചുകൂടെ ലൈഫുള്ളൊരു നൈഫാണ്. അരിഞ്ഞെടുത്ത ഐറ്റംസ് എല്ലാം കൂടെ കുക്കറിൽ നമ്മൾ കുതിർത്തി വെച്ച കടലയുടെ കൂടെ ഇട്ടിട്ട് ഇതിലിനി പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇടാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊരു 4 വിസിൽ, ലോ ഫ്ലെയിമിലൊരു 3 വിസിൽ. ഇതിൽ 3 വെച്ചിട്ടും നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് കടല കുറച്ച് അരച്ചും കൂടെ എടുക്കണം. അപ്പോൾ അങ്ങനെ അരഞ്ഞ് വരാനായിട്ട് അത്യാവശ്യം വെന്ത കടലയാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലൊരു 4 വിസിലെടുത്തിട്ട് ലോ ഫ്ലെയിമിലൊരു 3 വിസിലും കൂടെ എടുക്കുന്നത്. ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കുക്കറിൽ നിന്ന് കോരുമ്പോൾ ഇതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വരാം. കയ്യിൽ കിട്ടുന്നതെല്ലാം കൂടെ എടുത്തോളൂ കേട്ടോ. ജാറിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് ചൂടോടെ അരയ്ക്കാൻ പാടില്ല. ജാറ് നല്ല അങ്ങ് ചൂടാവുകയും ചെയ്യും. മിക്സി പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസസും ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഒരു കുപ്പിയിൽ എപ്പോഴും വെള്ളം വെച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കടല, ഗ്രീൻ പീസ്, വൈറ്റ് കടല ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചിങ്ങനെ അരച്ച് ചേർക്കണമല്ലോ കറി ഒന്ന് കുറുകാനായിട്ട്. അപ്പോൾ അങ്ങനെ അരയ്ക്കേണ്ട സമയത്ത് ഞാൻ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം ജാറിൽ ഒഴിച്ചിട്ട് അരയ്ക്കും. ഇപ്പോൾ നമ്മൾ ചൂടോടെ ഇതെടുത്തിട്ടാലും ഫ്രിഡ്ജിൽ നിന്ന് ആഡ് ചെയ്യുന്ന വെള്ളം അതിനെ അങ്ങ് തണുപ്പിച്ചോളും. കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ ഇത്തിരി വിനാഗിരിയും ഇത്തിരി പഞ്ചസാരയും കൂടെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കടലയുടെ മേലെ നിൽക്കണം വെള്ളം. ഇനി കുക്കർ അടച്ച് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ ഒക്കെ അമ്മ ചുട്ട് കഴിഞ്ഞു കേട്ടോ. മാവിൻ്റെ പാത്രം കണ്ടില്ലേ? ഏതാണ്ട് ഇനി ഒരു 2 അപ്പം ചുടാനുള്ള മാവെങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ കടല ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. നോയ രാവിലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആലൻ്റെ കസിൻ. ഈ ആൽവിനും ജാക്കി ഒരാളാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ പേര് മാറിപ്പോകുന്നുണ്ട്. ജാക്കി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ജാക്കി അവിടെ മരണ വീട്ടിലാണ്. കൊച്ചു രാവിലെ ട്രിവാൻഡ്രത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ടാവും. കൊച്ചുവും 2 പേരുണ്ട്, കൺഫ്യൂസ്ഡ് ആവണ്ട. ഒരു കൊച്ചു അനീജാസിൻ്റെ മോൻ കൊച്ചു, പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കൊച്ചു നോയയുടെ അമ്മ കൊച്ചു ത്രേസ്യയിലെ കൊച്ചു.
അപ്പോൾ നോയ്ക്ക് അവിടെ വീട്ടിൽ ആരുമില്ല. അപ്പോൾ അവനെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇവിടുന്ന് കുക്കു സാറിനെ ഇന്ന് ആലനാണ് സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നോയിനെയും കൂടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. ഞാൻ എന്നിട്ട് ഇതേ കടലയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചെടുത്ത് അരച്ച് കറിയിലേക്ക് ചേർത്തു. ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിത് താളിച്ചിടാം. ഇപ്പുറത്തായിട്ട് അമ്മ അതേ പിള്ളേർക്കുള്ള പാലെടുത്തു. അപ്പം പാലും പഞ്ചസാരയും ഒഴിച്ച് അവർക്ക് വാരി കൊടുക്കാനായിട്ട് ഞാനങ്ങ് പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് താളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കറക്റ്റ് ഇറങ്ങാനുള്ള നേരമായിട്ടുണ്ടാവും. അങ്ങനെ അമ്മ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, നിലൂനും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പള്ളിയിലോട്ട് പോകേണ്ടതല്ലേ. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മാത്രമൊക്കെ ഇപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് നിലൂനായിട്ട് എടുക്കാറുള്ളൂ. അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പാലെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മൂടിനവൻ കുടിക്കും, ചിലപ്പോൾ കുടിക്കത്തില്ല. പിന്നെ കുടിക്കാതെ വരുന്ന സാധനം തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് പാല് കുപ്പിയിൽ ഒരുപാട് നേരം പാലിരിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഓഡ് സ്മെല്ല് വരുന്നു. അതങ്ങനെ കൊടുക്കാനായിട്ട് തോന്നുന്നില്ല. മുമ്പാണെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു. എടുത്തുകൊണ്ട് പോയാൽ ഇത്തിരി കൂടെ ചെറുതായിരുന്നപ്പോൾ ഉറപ്പായിട്ടും ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവൻ പാല് ചോദിക്കും, പാല് കുടിക്കും. അതുകൊണ്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. ഞാനിവിടെ കടല താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് പെരിഞ്ചീരകവും ചെറിയുള്ളിയും വറ്റൽമുളക് മുഴുവനായിട്ടൊന്നുമില്ല, പൊട്ടും തരികയൊക്കെ ഉള്ളൂ, ഉണ്ടായിരുന്നതെന്നൊരു 2-3 കഷ്ണം കൂടെ എടുത്ത് താളിച്ചിട്ടു. കുക്കുവിന് കൊടുത്തു വിടാനായിട്ട് 2 അപ്പം എടുത്ത് വെച്ചു, കൂടെ കുറച്ച് കടലക്കറി. ഇന്നലെ കണ്ട ഷോർട്സിലെ ലഞ്ച് ബോക്സ് എത്തുന്നതിന് മുമ്പുള്ള വീഡിയോ ആണിത്. അപ്പോൾ അതാണ് ലഞ്ച് ബോക്സ് വീണ്ടും നമ്മൾ പഴയത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ദിവസം ലഞ്ച് ബോക്സ് എത്തിയിട്ടില്ല. ഓർഡർ ചെയ്തതിന് പകരം ഞാനത് കഴിഞ്ഞ ലോങ് വീഡിയോയിൽ കാണിച്ചിരുന്നു. എനിക്കൊരു 6 പ്ലാസ്റ്റിക് കപ്സാണ് വന്നത് ലഞ്ച് ബോക്സിന് പകരമായിട്ട്. അങ്ങനെ അത് തിരിച്ചയച്ച് പിന്നെയും ഓർഡർ വേറെ കൊടുത്തിട്ട് അതൊക്കെ ഇനി വരണം. അപ്പോൾ ഒരു 54 റുപ്പീസ് മറ്റോ കൊടുത്താൽ അത് 2 ഡേയ്സ് നേരത്തെ വരും ആമസോണിൽ. ഞാൻ അങ്ങനെയാണ് അപ്പോൾ അത് രണ്ടാമത് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തത്. സ്നാക്സ് ബോക്സൊക്കെ വന്നിരിപ്പുണ്ട്, പുതിയ ബാഗും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം കൂടെ കിട്ടിയിട്ടേ സ്കൂളിൽ പോകുന്നുള്ളൂ എന്ന്. അങ്ങനെ അവരിതേ സ്കൂളിലേക്ക് ഇറങ്ങി. നോ ഞങ്ങളുടെ ഗോഡ് ചൈൽഡും കൂടെയാണ്, ആലൻ്റെ കസിൻ്റെ മോൻ. ആലൻ്റെ കസിൻ ഞങ്ങളുടെ കുമ്പാരിയും കൂടെയാണ്. നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തല തൊട്ട് കഴിഞ്ഞാൽ കുമ്പാരി എന്നാണ് വിളിക്കുന്നത്. അവരുടെ കൂടെ പോകാനായിട്ട് നിലു ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അവനെ അങ്ങനെ അമ്മ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. ഇവരൊക്കെ അങ്ങോട്ട് മരണ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പ്രാർത്ഥന തുടങ്ങി. അത് കഴിഞ്ഞിട്ടായിരിക്കും ബോഡി പള്ളിയിലേക്ക് എടുക്കുന്നത്. ആദ്യം പോയത് ബബിയാൻ്റെയാണ്, എന്തായി വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇനിയിപ്പോൾ പള്ളിയിലേക്ക് വരാം, വീട്ടിലേക്ക് പ്രാർത്ഥനയ്ക്ക് വരാനുള്ള സമയം ഇനിയില്ല, അവിടെ അത് തുടങ്ങിക്കഴിയും ഇപ്പം തന്നെ. അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചു. ആലൻ കഴിക്കാണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് മരണ വീട്ടിലേക്ക് പോയി കളയും. അപ്പം ഞാനിവിടെ എടുത്ത് വെച്ചു, ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും വന്ന് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഇനി നമുക്ക് വേറെ കുക്കിംഗ് പരിപാടികളൊന്നും തന്നെ ഇല്ല. ലഞ്ച് അവിടെ നിന്ന് കഴിക്കും. വിജിയുടെ വക ഒരു ഊണ്. അത് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഇന്ന് ജെൻ ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡേ ഓഫ് മിക്സഡ് ഇമോഷൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ദിവസത്തെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വൈകുന്നേരം ഡിന്നറൊക്കെ ചേച്ചിയുടെ വകയായിരിക്കും. അങ്ങനെ ഇതേ ഒരാൾ കുരിശുമൂട്ടിൽ നിന്ന് അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുക. ഇനി തിരിച്ചു വരത്തില്ല. കാണാം. അതങ്ങനെ ഒരു നീണ്ട വരിയായിരുന്നു. ഇവിടെ നിന്ന് എല്ലാവരും പോയി എന്ന് വേണം പറയാൻ, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ആലനും വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് 2 വണ്ടിയിലായിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി. പള്ളിയിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ബോഡി സിമിട്രിയിലേക്ക് എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ കരയാണ്ടൊക്കെ പിടിച്ച് നിന്നതായിരുന്നു. പക്ഷേ അച്ഛൻ, ഞങ്ങളുടെ വികാരി അച്ഛൻ ബെൻസൺ അച്ഛൻ, പ്രസംഗത്തിനിടയിൽ അച്ഛൻ്റെ ഒരു വരി ഉണ്ടായിരുന്നു, ഈ ഒരു മരണം നടക്കാണ്ടിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചു എന്നുള്ളത്. അത് കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനും ഇരുന്ന് കരഞ്ഞു. ഞാൻ ആ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ്സിനെ കൊണ്ടൊന്നും ഒരിക്കലും 48 മണിക്കൂറിനുള്ളിൽ 40 lakhs ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിച്ചത് തന്നെ 5 lakh പോലും ആയിട്ടില്ല. ഈ നന്മവരം കളിച്ച് കാശ് വിഴുങ്ങിയ കുറേ പേര് നേടിയെടുത്ത വിശ്വസ്തത കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും ഇപ്പോൾ അങ്ങനെ സഹായിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം. അങ്ങനെ ഞാൻ ദേ സ്കൂളിലേക്ക് എത്തി.
പിള്ളേർക്ക് പ്രാക്ടിക്കലിൻ്റെ പ്രാക്ടീസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2 തവണയൊക്കെ ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തനിയെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അല്ലാതെ ലാബ് സെഷനിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഡെയിലി ഇവരാരും പോയി ലാപ്ടോപ്പിലിരുന്ന് വേർഡ് എടുത്ത് അല്ലെങ്കിൽ പെയിൻ്റ് എടുത്ത് ഒരു പടം വരയ്ക്കുകയോ ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ വീണ്ടും ഇത് കാണുമ്പോഴത്തേക്ക് എവിടെയായിരുന്നു ക്ലിക്ക് ചെയ്യേണ്ടത്, എവിടെ നിന്നായിരുന്നു തുടങ്ങേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. തിരിച്ച് വന്ന് ആ ഒരു വൈബൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇനിയിപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടെ ആണല്ലോ, അപ്പോൾ എൻ്റെ മൂഡ് ഒന്ന് കംപ്ലീറ്റ്ലി സെറ്റ് ആവാനായിട്ട് നല്ല തലവേദനയുണ്ടായിരുന്നു. ഒരുപാട് വെയിൽ കൊണ്ടു. പള്ളിയിൽ നിന്ന് സിമിട്രിയിലേക്ക് അധികം നടക്കേണ്ടതെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, യാത്ര പറയാനായിട്ട് ഒരുപാട് പേര് വന്നിരുന്നു. അപ്പോൾ അവസാനം ബെൻസനച്ചൻ തന്നെ ഇറങ്ങി നിന്ന് ട്രാഫിക് നിയന്ത്രിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ജംഗ്ഷൻ കടന്ന് സിമിത്തേരി വരെ എത്തിയത്. അപ്പോൾ അത്രയും വെയിലൊക്കെ കൊണ്ടതിൻ്റെയും അങ്ങനെ എന്നും ഇല്ലല്ലോ ആ പരിപാടി, അതാവണം. നല്ല തലവേദന ഉണ്ടായിരുന്നു. വന്നൊരു ടാബ്ലറ്റും എടുത്ത് ഞാൻ കുറച്ച് നേരം കിടന്നു 3 o'clock സ്കൂളിൽ നിന്ന് വന്നിട്ട്. അത് കഴിഞ്ഞ് കിച്ചണിൽ എന്തെങ്കിലും ചെയ്ത് തുടങ്ങണമെങ്കിൽ എനിക്ക് ആദ്യം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ സ്പേഷ്യസ് അല്ലാണ്ട് കിടക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് തോന്നത്തില്ല. അങ്ങനെ ഒതുക്കേണ്ട പാത്രങ്ങളെല്ലാം, ഉണങ്ങിയ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റി കഴുകാനുള്ളതൊക്കെ കഴുകി പുറത്ത് സ്റ്റീൽ കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നില്ല, എനിക്കൊരു മൂഡില്ല. അതുകൊണ്ട് ഞാൻ കാടമുട്ട ഫ്രിഡ്ജിലിരുന്നതെടുത്ത് താഴത്തെ പാത്രത്തിൽ കുറച്ച് വെള്ളവും കാടമുട്ടയും വെച്ചു. മേലെ ഇരിക്കുന്ന പാത്രത്തിൽ 3 ബനാന ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ടും വെച്ചു. ആലൻ ഇവിടെ ഇല്ല കേട്ടോ, അവിടെ തന്നെയാണ്, ഫ്യൂണറൽ നടക്കുന്നിടത്ത് തന്നെയാണ്. ഫ്രണ്ടാണ്, ആലൻ്റെ ഫ്രണ്ടാണ് വിജിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് ഇങ്ങോട്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അവരുടെ കുറേ 2-3 ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു എബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഫ്യൂണറലിൽ ഞാൻ ഇവിടെ കാണാത്ത, അതായത് പുറത്താണെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന കുറച്ച് ആൾക്കാരെയും കൂടെ പള്ളിയിൽ കണ്ടു. എനിക്ക് മറ്റേ ആ ആൻറ്റിബയോട്ടിക്സൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസേജൊക്കെ ഞാൻ നിർത്തി കേട്ടോ, എൻ്റെ വയറിനും നാക്കിനും ഒന്നും പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ആ ഒരു കയ്പ്പ് മാറാനായിട്ട് എനിക്ക് സുജാമസ് കൊണ്ട് തന്നിരുന്ന ശീമനെല്ലിക്കയാണത്. ഞാനത് അച്ചാറിടാമെന്നും കരുതി ഇതിനിടയിൽ അതും ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കുരു കളഞ്ഞ് അച്ചാറിടാമെന്നായിരുന്നു എൻ്റെ വിചാരം, പക്ഷേ കുരു കളയാൻ പറ്റുന്നില്ല, പാടാണ്. വിചാരിച്ച പോലെയല്ല, കത്തിക്ക് മുറിച്ചിട്ട് കുരുവിലോട്ട് തട്ടുന്നുമില്ല, ഒരു കുത്തിന് കുരു ഇളകുന്നതുമില്ല. അതുകൊണ്ട് പിന്നെയെല്ലാം ഞാൻ കണ്ടതുണ്ട് അവിടെ വെട്ടി മുറിച്ച് വെച്ചു. ഇനി അങ്ങനെ അങ്ങ് അച്ചാറിടാമെന്ന് കരുതി. നമ്മുടെ ചായയായി, ഇപ്പുറത്ത് കാടമുട്ടയും ബനാനയും റെഡിയായി. 2 പേരും ഇങ്ങനെ കിച്ചണിലേക്ക് ഇടയ്ക്കും മുറയ്ക്കും വന്ന് നോക്കുന്നത് പഴംപൊരി ഉണ്ടാക്കിയില്ലേ എന്നും ചോദിച്ചിട്ടാണ്. പഴംപൊരി ഉണ്ടാക്കിയില്ലെങ്കിൽ നെക്സ്റ്റ് ചോയ്സ് ബനാനയാണ്. ബനാന ഇതേപോലെ ബൂസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത്. ഇനി അതെടുക്ക് ഇതെടുക്ക്. നിലുവിന് ബൂസ്റ്റ് എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് ബൂസ്റ്റ് ഇരിക്കുന്നത് അപ്പുറത്തെ ഷെൽഫിൽ മേലെയായിട്ടാണ്, കുക്കു സാറ് മോഷ്ടിക്കാതിരിക്കാനായിട്ട്. അവിടെ നിന്നിട്ട് ഇത് തുറക്ക്, ഇത് തുറന്നിട്ട് അതെടുക്ക്, അതിട് എന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ 2 പേർക്കും ഓരോ ബനാന വീതം എടുത്ത് കുറച്ച് ഷുഗർ ഇട്ടു. പിന്നെ മുട്ട പെട്ടെന്ന് പൊളിച്ചെടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ തണുത്ത വെള്ളം യൂസ് ചെയ്യുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് പൊളിഞ്ഞ് വരും. കാടമുട്ട അങ്ങനെ 2-3 എണ്ണം, 2-3 അല്ല, പിള്ളേർക്ക് ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു, 6, 7, 8 എണ്ണം ഉണ്ടായിരുന്നു. 3 വെച്ച് പിള്ളേർക്കും കൊടുത്തു, 2 എണ്ണം ഞാനും കഴിച്ചു. പിന്നെ ഒരു വലിയ കോഴിമുട്ടയാണ് ഞാൻ ആലനായിട്ട് എടുത്ത് വെച്ചിരുന്നത്. ലഞ്ച് കഴിച്ചോ കഴിച്ചില്ലയോ എന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ല. അപ്പോൾ ഞാൻ കരുതി എപ്പോഴാണോ ഇനി വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ കുറച്ച് പ്രൊട്ടീഷ്യസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് ആ 2 എഗ്ഗ് ഞാൻ അങ്ങനെ അങ്ങ് കഴിച്ചു കേട്ടോ. നമുക്കിനി പ്ലേറ്റിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തിന്നാനായിട്ട് പിന്നെ ആ പ്ലേറ്റ് ഞാൻ തന്നെ കഴുകണ്ടേ. അതുകൊണ്ട് ആ 2 എഗ്ഗും കൂടെ ഞാൻ പൊളിച്ചങ്ങ് വായിലിട്ടിട്ട് ചായയുടെ പാത്രം കഴുകി തുടങ്ങിയപ്പോൾ തന്നെ നിലു കഴിച്ചു കഴിഞ്ഞു. അവൻ കൊണ്ട് തന്നു. നിലു അങ്ങനെ പെട്ടെന്ന് കഴിക്കും കേട്ടോ. ഇപ്പോൾ എനിക്കൊരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി നിലു പെട്ടെന്ന് വലുതായതുപോലെ. മുമ്പ് ഈ ഇടുപ്പിലെടുത്തുകൊണ്ട് നടന്ന് വാരി കൊടുക്കുന്നതും കണ്ടു, ഇപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് തനിയെ കഴിക്കുന്നു എന്ന്. അവനതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എന്തോ വലിയ ആളായ പോലെ ഒരു ഫീൽ അവന്. കുക്കു നിലത്ത് കളയുന്ന പോലെ പോലും അവൻ കളയത്തില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ട് കഴിക്കും. കഴിച്ച് പാത്രം കിച്ചണിൽ കൊണ്ട് തരികയും ചെയ്യും. അച്ചാറിടാനായിട്ട് കഴുകി വെച്ച നെല്ലിക്കയൊക്കെ വെള്ളം വാർന്ന് ഇരിപ്പുണ്ട്, റെഡിയായി. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് ഞാനങ്ങ് കുനുകുന അരിഞ്ഞെടുത്തു. ബോർഡൊന്നും എടുത്തില്ല, കൈവച്ച് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്തു. ഇത്തിരിയല്ലേ ഉള്ളൂ. കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുനുകുന അരിഞ്ഞതിട്ട് അതൊന്ന് നല്ല രീതിക്ക് മുരിച്ചെടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്ക് ഇതിലേക്ക് പൊടികളായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എനിക്കൊരു നല്ല അബദ്ധം പറ്റി കേട്ടോ. ഈ ഒരു ചട്ടിയിൽ അച്ചാറിട്ടാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് നമ്മളെ ടൈറ്റാനിക് കാണാൻ പോയപ്പോൾ മേടിച്ച ഒരു കടായിയാണ്. പക്ഷേ അച്ചാറിട്ട് കഴിഞ്ഞ് അമ്മ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അച്ചാറിരുന്ന അത്രയും പോർഷൻ അങ്ങ് വൈറ്റായിരുന്നു.
അപ്പോൾ ഞാൻ ഇവിടുത്തെ പാത്രക്കടയിൽ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കൂടെ മാറ്റിയെടുക്കാനുണ്ടായിരുന്നു. പൊട്ടിയതും ചളങ്ങിയതൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് നിങ്ങൾ പുതിയ പുതിയ പാത്രങ്ങൾ കാണുന്നത്. നമ്മുടെ ഇരവിപുരത്ത് ഒരു കടയുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ആയാലും എന്തായാലും പാത്രങ്ങൾ എന്തായാലും പാത്രക്കട എന്നതിന് പറയുന്നത് കൊണ്ടു കൊടുത്താൽ ആ ചേട്ടൻ അതിനുള്ള എമൗണ്ട് എടുത്തിട്ട് പുതിയ പാത്രങ്ങൾ തരും. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ഒരു കടായിക്ക് എന്താ പറ്റിയതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ നമ്മൾ വിനാഗിരി ആഡ് ചെയ്തപ്പോൾ അതിങ്ങ് പോരുന്നതാണ്. എന്നാൽ പിന്നെ ഇത് വാങ്ങുന്നവർക്ക് പറഞ്ഞുകൂടെ ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കാൻ പാടില്ല എന്ന്. എന്തായാലും എൻ്റെ അച്ചാർ സെറ്റായി കേട്ടോ. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് വിനാഗിരിയും കുറച്ച് തിളച്ച വെള്ളവും പിന്നെ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി. അച്ചാറൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ കടായി പോയി. അതുകൊണ്ട് കാണാൻ വൃത്തിയില്ലാത്തതുകൊണ്ട് ഇനി ഒരു സാധനം നിങ്ങൾ കാണാൻ വഴിയില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും പോയാൽ അതിനെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്തില്ലേ ഭയങ്കര സങ്കടം വരും കേട്ടോ. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ റീറ്റെയിൽ വാങ്ങിച്ചതിനേക്കാളും ഭയങ്കര റേറ്റ് കിടക്കുന്നു. ഇനി അടുത്ത എക്സിബിഷനോ വല്ല പെരുന്നാളോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മേടിക്കാം ഇതുപോലെ ഒരെണ്ണം. എന്നിട്ട് ഞങ്ങളിത് റെഡിയായി. ചേച്ചി ഇതിനിടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വണ്ടിയെടുത്ത് പുറത്ത് പോയത് കാലിലെ മുറിവ് ഡ്രസ്സ് ചെയ്യാനാണ് കേട്ടോ. പോയി അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് തിരിച്ചു വന്നു. ചേച്ചി വിളിച്ചു പറഞ്ഞു നമ്മൾ അസാഡോ കഫേയിലാണ് പോകുന്നത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടെന്ന്. കേക്ക് കട്ടിങ് നിങ്ങൾ ഇതിൽ കാണാൻ വഴിയില്ല, കാരണം ഇന്നലെ പാതിരാത്രി 12 മണിക്ക് സിമ്പിൾ കേക്കും ഒക്കെ മേടിച്ച് ചേച്ചിയുടെ വീട്ടിൽ ചെന്നിരുന്നു. ഞങ്ങൾ ഓൺലൈനായിട്ട് 12 മണിക്കൊക്കെ ഞാൻ എണീറ്റിരുന്ന് ഞങ്ങൾ വിഷ് ചെയ്തു. നല്ല കോലമായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. ആലൻ എത്തിയിട്ടില്ലായിരുന്നു, മരണ വീട്ടിൽ തന്നെയായിരുന്നു. ബോഡി സൺഡേ ആണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ അലൻ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 11 മണി പരുവത്തിനൊക്കെ ഞാനും മക്കൾ മാത്രമായിട്ട് വണ്ടി ഓടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ല. ഞങ്ങളങ്ങനെ ഓൺലൈനായിട്ടാണ് ഇന്നലെ നൈറ്റ് കേക്ക് മുറിച്ചത്. ഞങ്ങളങ്ങനെ മാപ്പൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. ചേച്ചി വന്നിരുന്നു. ചേച്ചി അവിടുന്ന് സിബിയും മക്കളും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇവിടുന്ന് എന്നെയും പിള്ളേരെയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അളിയനും മമ്മിയും ഡാഡിയും ഒക്കെ ഒരു വണ്ടിയിൽ ഓൾറെഡി കൊട്ടിയത്തു നിന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ കാണുന്നത് കടവൂർ പാലമാണ് കേട്ടോ. കുറച്ചപ്പുറത്തായിട്ട് നമുക്ക് സെൻറ്റ് കാസ്മീർസ് ചർച്ചും കാണാം, കടവൂർ പള്ളിയും കാണാം. അത് ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് അസാഡോ കഫേ. ഷെഫ് പിള്ളയുടെ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറി വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയല്ല പോയത്, അതിൻ്റെ നേരെ താഴെയായിട്ട് തന്നെ വേറൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രീമിയർ പത്മിനി കിടക്കുന്നത്. ഇവിടെ ഈ താഴത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത്. റൈസും ചിക്കൻ കബാബ് അങ്ങനെ കുറേ മിക്സഡ് ആയിട്ട് കുറേ ഐറ്റംസ് ആയിരുന്നു. പിന്നെ ഒരു ചെമ്പല്ലി ഫ്രൈയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ ഓർഡർ ചെയ്തത്, ഞാനിങ്ങനെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ആയിട്ട് അവിടെ പാറി പറന്ന് നടക്കുമായിരുന്നു. ചേച്ചിയും സിമ്പിളും ഡാഡിയും പിള്ളേരും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് അതൊക്കെ ഓർഡർ ചെയ്തത്. കുക്കു സാറ് അവിടെ ഏതോ ബർത്ത്ഡേ പാർട്ടി വല്ലതും നടന്നതിൻ്റെ ബാക്കി ബലൂൺസ് അവിടുന്ന് ഇവിടുന്ന് നടന്ന് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലൂന് പിന്നെ ഷിയ ഉണ്ടെങ്കിൽ എനിക്ക് നോക്കണ്ട കേട്ടോ. സേറമോൾ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഷിയ അങ്ങ് കൊണ്ട് നടക്കും. അവരൊരു തവളയെ കണ്ടു, ആ തവള ചാടിയത് ഇനാക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിലു ഇവിടെ. ദ കാർ വാസ് ഒറിജിനലി കോൾഡ് ഫിയാറ്റ് 1100. റാണി പത്മിനി അഥവാ പത്മാവതി 13-14 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഐതിഹാസിക ഇന്ത്യൻ രാജ്ഞിയാണ്. ഷീ വാസ് വെൽ റിനൗണ്ട് ഫോർ ഹർ എക്സെപ്ഷണൽ ബ്യൂട്ടി. അതുകൊണ്ടാണ് ഈ കാറിന് ഒരു 1970s ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രീമിയം പത്മിനി എന്ന പേര് വന്നത്. പണ്ടെങ്കോ കേട്ട് മറന്നൊരു കോമഡി ഉണ്ട് കേട്ടോ. ഈ ഹോട്ടലിൽ താമസ സൗകര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്ത് ഓർഡർ ചെയ്താലും മിനിമം 3-4 മണിക്കൂർ താമസിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറയുന്നത്. അതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. പിള്ളേർ ഓർഡർ ചെയ്ത ഫുഡും പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഗ്യാപ്പിൽ ഓരോ മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ വന്നുകൊണ്ടിരുന്നത്. ഫുഡ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കൊള്ളായിരുന്നു. ബട്ട് വാസ് ഇറ്റ് വർത്ത് ദ വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയും താമസിപ്പിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. ആ വലിയ പ്ലേറ്റിൽ ചെമ്പല്ലി ഫ്രൈ ചെയ്തതായിരുന്നു. അതിന് നല്ല ടേസ്റ്റും നല്ല എരിവും ഉണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഇടയ്ക്ക് ആലനെ ഒന്ന് വിളിച്ചു. അപ്പോഴേക്ക് എത്താൻ പറ്റത്തില്ല, എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത്തിരി റൈസും ഒരു പീസ് ചിക്കനുമായിട്ട് എടുത്തു. അങ്ങനെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്ന ഈ ഒരു ഡേ ഐ വൈൻഡഡ് ഇറ്റ് അപ്പ് വിത്ത് സം ലൈം ജ്യൂസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.